ഈ പരിപാടി പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദ്ഘാടനം ചെയ്യുന്നതായി ആദ്യമേ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഈ യുവാക്കൾ, പുരുഷന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ ഒരു വിവാഹം നടക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് പൊതുവെ ഒരു 25 വയസ്സിനും 30 വയസ്സിനും അടക്കമുള്ള ഒരു സമയത്തായിരിക്കും. ചിലപ്പോൾ അതിൽ താഴെ കുറച്ച് കൂടുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെ സ്ത്രീകളുടെ വിവാഹ പ്രായം 20-25 അല്ലെങ്കിൽ 20-30 വയസ്സിനൊക്കെയാണ് നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച്. വിവാഹത്തിന് ശേഷം അവർ ഒരുമിച്ചുള്ള ജീവിതം ഒരുമിച്ച് തുടങ്ങുകയാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ സംഘടനാപരമായ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് 38 വയസ്സാണ്. ഞാനൊക്കെ ഈ വർഷത്തോടു കൂടി സോളിഡാരിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ 25 വയസ്സ് മുതൽ 38-40 വയസ്സ് വരെയുള്ള പുരുഷനായാലും സ്ത്രീ ആയാലും അവർ ഒരുമിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നു. ആ പ്രായഘടനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. കുടുംബജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ മക്കളുണ്ടാവും, കുഞ്ഞുങ്ങളിങ്ങനെ വളർന്നു വരുന്നതാവും. ഈ കുടുംബജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ ജോലി വേണം, അത്യാവശ്യം വരുമാനം ഉണ്ടായിരിക്കണം. നമുക്കിടയിൽ എല്ലാവർക്കും നല്ല വരുമാനം, ഈ സദസ്സിൽ തന്നെ മാസം 50,000 രൂപ സമ്പാദിക്കുന്നവർ എത്രയും പേരുണ്ടാവുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സാമാന്യമായ ധാരണ. നമ്മുടെ നാട്ടിലെ ജീവിത ചെലവ് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ വലിയ പ്രയാസങ്ങൾ നേരിടുന്നവർ തീർച്ചയായും നമുക്കിടയിൽ ഉണ്ടാവും. വിവാഹം കഴിച്ച് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിത ചെലവ് കൂടുകയാണോ കുറയുകയാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും ഉത്തരം ജീവിത ചെലവ് കൂടുകയാണ് ചെയ്യുക, സ്വാഭാവികം. മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്കെല്ലാവർക്കുമുള്ള ആഗ്രഹം നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകണം, ഏറ്റവും നല്ല വിദ്യാഭ്യാസം. അപ്പൊ ഏറ്റവും നല്ല മികച്ച വിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെയും ജീവിത ചെലവ് വർദ്ധിക്കാനാണ് സാധ്യത. പിന്നീട് പതിയെ നമ്മൾ ജീവിതത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങും. ഇപ്പൊ പ്രാഥമികമായി ഒരു വീടുണ്ടാവില്ല, സ്വന്തമാണ്. വീടുണ്ടാകണമെങ്കിൽ സ്ഥലം എടുക്കണം. സ്ഥലത്തിന്റെ വില എത്രയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തമായി സ്ഥലമുണ്ടായാൽ 1000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കണമെങ്കിൽ തന്നെ വമ്പിച്ച മൂലധനം നമുക്ക് ആവശ്യമാണ്. നല്ല ബാങ്ക് ബാലൻസ് വേണം. ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കടന്നു വരുന്ന മറ്റൊരു അനിവാര്യതയും ആവശ്യകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ അവര് പ്രായമേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമേറുമ്പോൾ അവർക്ക് സ്വാഭാവികമായും രോഗങ്ങൾ ഉണ്ടാകും. അവര് പതിയെ അവശരായി മാറും. വാർദ്ധക്യം കൂടുമ്പോൾ അവശത കൂടും. അവർക്ക് നമ്മുടെ സാമീപ്യവും സാന്നിധ്യവും കൂടുതൽ ആവശ്യമായിട്ട് അവരുടെ രോഗങ്ങൾക്ക് ശുശ്രൂഷ കണ്ടെത്തുന്നിടത്ത്, അവരെ പരിചരിക്കുന്നിടത്ത്, അവരെ കൂടെ കൊണ്ട് നടക്കുന്നിടത്ത് ഒക്കെയും നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സാന്നിധ്യം, സാമീപ്യം അവരാഗ്രഹിക്കുന്നു. അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ് മക്കളെന്ന്. ഞാൻ ഇതൊക്കെ വിശദീകരിച്ച് പറയാൻ കാരണം ഈ പ്രായഘടന എന്ന് വെച്ചാൽ 25-30-40 വയസ്സിനടുത്തുള്ള ഈ പ്രായഘടനയിൽ, ആ പ്രായഘടനക്കിടയിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ആവശ്യകതകളെ കുറിച്ചും അനിവാര്യതകളെ കുറിച്ചും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെന്ന് വെച്ചാൽ ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ജീവിതത്തിൽ തിരക്കുകൾ വർദ്ധിക്കും, സമയമില്ല എന്ന പരാതി നമ്മൾ തന്നെ പരസ്പരം പങ്കുവെക്കും. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഒരു മുസ്ലിം, ഒരു സത്യവിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളെ നേരിടുകയും അഭിമുഖീകരിക്കുകയും ചെയ്യേണ്ടത് എന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്
ഈ ഉദ്ഘാടന സംസാരത്തിൽ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്കിടയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരം ജീവിതാവസ്ഥകളിലൂടെ ജീവിക്കുന്നവരുണ്ട്. ചില ആളുകളുടെ കയ്യിൽ അല്ലാഹു നല്ല സമ്പത്ത് കൊടുക്കും, നല്ല വീടുണ്ടാക്കാനും നല്ല വാഹനം വാങ്ങാനും ശേഷിയുള്ള ആളുകൾ. ചില ആളുകൾക്ക് മക്കളെ അല്ലാഹു കൊടുക്കും, മക്കളെ കൊടുക്കാത്ത ദമ്പതിമാരുണ്ടാവും. ചിലരുടെ കുടുംബത്തിൽ നിരന്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ കൊണ്ട് പലതരത്തിൽ പ്രയാസപ്പെടുന്ന അടുത്ത കുടുംബക്കാരുള്ള ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകും. പലതരം അസ്വസ്ഥതകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരുണ്ടാകും. എന്നാൽ അതൊന്നുമില്ലാതെ അവരെ പോയാൽ ആയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളും കുടുംബക്കാരും യുവതി യുവാക്കളും നമുക്കിടയിൽ ഉണ്ടാകും. ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു തീരുമാനപ്രകാരം ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് അള്ളാഹുവിന്റെ ഖദറിലും ഖദായിലും അനുസരിച്ചുകൊണ്ട് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഏത് ജീവിതാവസ്ഥയിൽ ആണ് നമ്മൾ ഉള്ളതെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഒരു സത്യവിശ്വാസി മുസ്ലിം കുടുംബം, മുസ്ലിം മാതാപിതാക്കൾ എന്ന നിലക്ക് നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ചില അടിസ്ഥാന കാര്യങ്ങൾ. അത് നമ്മൾ ദരിദ്രനായാലും സമ്പന്നനായാലും, അത് നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉള്ളവരായാലും ഇല്ലാത്തവരായാലും, ഏതവസ്ഥയിലുള്ളവരായാലും, അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിലൂടെ വിശദീകരിച്ചു തരുന്നുണ്ട്. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവ ജിതബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് അനുഷ്ഠിക്കേണ്ടുന്ന വിധത്തിൽ ജിഹാദ് അനുഷ്ഠിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന വിധത്തിൽ സൂക്ഷിക്കുക എന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ പള്ളികളിൽ നിന്ന് ആഹ്വാനം ചെയ്യപ്പെടാം. അതേ ഭാഷയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കേണ്ടുന്ന വിധത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ സമർപ്പിക്കേണ്ടുന്ന വിധത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വിയർപ്പൊഴുക്കേണ്ടുന്ന വിധത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ തലച്ചോറുകൾ സമർപ്പിക്കേണ്ടുന്ന വിധത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം വിനിയോഗിക്കേണ്ടുന്ന വിധത്തിൽ നിങ്ങൾ അതൊക്കെയും വിനിയോഗിക്കണം, ചെയ്യണമെന്ന് അള്ളാഹു ആഹ്വാനം ചെയ്യുന്നു. നമ്മളെല്ലാവരോടും ആഹ്വാനം, പൊതുവായ ആഹ്വാനം. കാരണം ഭൂവചിത്തമാണ് സത്യവിശ്വാസികൾ, മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് അള്ളാഹു നിങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മൾ ആരും തന്നെ ഒഴിവല്ല. അപ്പൊ ആളുകൾ വിചാരിക്കും ഇസ്ലാമികമായ ഒരു ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു ഇടങ്ങാറാക്കുന്ന പരിപാടിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജീവിതമായിരിക്കുമല്ലോ ഇസ്ലാമിക ജീവിതം എന്ന അബദ്ധധാരണ നമ്മളെ പിടികൂടാനുള്ള വലിയ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഈ ദീനിന്റെ കാര്യത്തിൽ നിങ്ങളെ ഇടങ്ങാറാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹുവിന്റെ ദീനിൽ എളുപ്പങ്ങളാണ് കൂടുതലുള്ളത്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ എളുപ്പങ്ങളുണ്ട്, ഇളവുകളുണ്ട്. നോമ്പിന്റെ കാര്യത്തിലും സക്കാത്തിന്റെ കാര്യത്തിലും ഹജ്ജിന്റെ കാര്യത്തിലും എളുപ്പങ്ങളും ഇളവുകളും അല്ലാഹു മനുഷ്യന്മാർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഹറാമുകളേക്കാൾ ഹലാലുകളാണ് അല്ലാഹുവിന്റെ ദീനിൽ ബഹുഭൂരിഭാഗവും ഉള്ളത്. ഹറാം, നിഷിദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ദീനിൽ വളരെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ ജിഹാദ് അനുഷ്ഠിക്കണമെന്ന് മുസ്ലിങ്ങളോട് അള്ളാഹു പറയുമ്പോൾ മുസ്ലിങ്ങളെ ഇടങ്ങാറാക്കി ചുരുട്ടിക്കെട്ടി കളയാമെന്ന ഒരു ഉദ്ദേശത്തിലല്ല അള്ളാഹു അത് പറയുന്നത് എന്ന്. ജീവിതത്തിൽ കൂടുതൽ ഇളവുകൾ നൽകിക്കൊണ്ട്, അനായാസമായി ഇസ്ലാമിക ജീവിതം നയിക്കുവാനുള്ള തുറസ്സുകൾ നൽകിക്കൊണ്ട്, ഫിഖഹിന്റെ കാര്യത്തിൽ പോലും, കർമ്മശാസ്ത്രത്തിന്റെ മേഖല എടുത്താൽ പോലും അവിടെ എളുപ്പങ്ങളുടെ വിശാലമായ മേഖലകളും വാതിലുകളും തുറന്നിട്ടുകൊണ്ടാണ് ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭൂവചിത്തമാക്കും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാകുൽ മുസ്ലിമീന മിൻ ഖബൽ വഫി ഹാദാ. ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റേണ്ടവരാണ് നിങ്ങൾ. നിങ്ങളെ മുൻപും ഇപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾ എന്നാണ് പേര് വിളിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നിന്നടക്കം പാഠങ്ങളും മാതൃകകളും ഉൾക്കൊണ്ടുകൊണ്ട്
ഒരു മുസ്ലിമിൻ്റെതായിട്ടുള്ള ജീവിതം, വ്യക്തിപരവും കുടുംബപരവുമായിട്ടുള്ള ജീവിതം സംവിധാനിക്കണം എന്ന് പടച്ചതമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഷഹാദത്ത് നിർവഹിക്കണം. അള്ളാഹുവിന്റെ റസൂൽ എപ്രകാരമാണോ ദീനിന്റെ സത്യസാക്ഷ്യം നിങ്ങൾക്ക് മുമ്പാകെ നിർവഹിച്ചിരുന്നത്, അതേ പ്രകാരം നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ, നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഈ ദീൻ, ഈ ഇസ്ലാമിന്റെ സാക്ഷ്യ നിർവഹണം നിങ്ങൾ നിർവഹിക്കണം എന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കൂടെ ചേർത്ത് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ദീനിനെ ഉൾക്കൊള്ളുക, ആ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുക മാത്രമല്ല, അള്ളാഹുവിന്റെ ദീൻ ഇപ്രകാരമാണ് ജീവിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് സമൂഹത്തിന് മുമ്പാകെ ഒരു വിറ്റ്നസ് ആയിട്ട്, ഒരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാൻ കൂടി വ്യക്തി എന്ന നിലക്കും കുടുംബം എന്ന നിലക്കും നമുക്ക് സാധിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു മാതൃക ഇസ്ലാമിക കുടുംബമായിട്ട് മാറുവാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുവഴി നിങ്ങൾ ജീവിക്കുന്ന നാട്ടുകാർ, നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ എന്താണോ ഇസ്ലാം വിഭാവന ചെയ്യുന്ന കുടുംബജീവിതം എന്നത് കാണിച്ചു കൊടുക്കുവാൻ കുടുംബനാഥകൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇസ്ലാമിന്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് സംഗതികൾ, സക്കാത്ത് കൊടുക്കുന്നവരാവുക, നിസ്കാരം നിലനിർത്തുന്നവരാവുക. അങ്ങനെ നിസ്കാരം നിലനിർത്തിയും സക്കാത്ത് കൊടുക്കുന്നവരായിക്കൊണ്ട് ഒരു ഇസ്ലാമിക കുടുംബ വ്യവസ്ഥിതിയെ നിങ്ങൾ സ്ഥാപിച്ചെടുക്കുക. നിസ്കാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജീവിതം പഠിക്കുന്നിടത്ത്, പ്രവാചകന്മാരുടെ ജീവിതം പഠിക്കുന്നിടത്ത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുന്നിടത്തൊക്കെ ഇസ്ലാമിക കുടുംബം ഇസ്ലാം എന്നുള്ളതിന്റെ തന്നെ വളരെ ന്യൂക്ലിയസ് ആയിട്ടുള്ള, അതിന്റെ ഒരു ക്രക്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ വീടുകൾ, നമ്മുടെ കുടുംബങ്ങൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യുന്ന കുടുംബമായി മാറരുത്. അതിലങ്ങേറ്റത്തെ കണിശത നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൽ പിതാവ് എന്ന നിലക്ക് ഞാനൊരു നിസ്കാരക്കാരനായി മാറുക, മാതാവ് എന്ന നിലക്ക്, ഉമ്മ എന്ന നിലക്ക് ഞാനൊരു നിസ്കാരക്കാരിയായി മാറുക. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. യാത്ര കഴിഞ്ഞു വന്നാൽ നിസ്കാരം, പ്രയാസം നേരിടുമ്പോൾ നിസ്കരിക്കുക, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് നിസ്കരിക്കുക. ഇതൊക്കെ പ്രവാചകന്റെ സുന്നത്തിൽപ്പെട്ടതായി. അഫലാ അകൂന അബ്ദൻ ശക്കൂറ എന്ന ചോദ്യം കാലിൽ നീര് വരുവോളം നിന്ന് നിസ്കരിച്ച പ്രവാചകൻ നോക്കിയിട്ട് എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന ചോദ്യത്തിന് പ്രവാചകന്റെ മറുപടി, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകട്ടെ എന്നുള്ളതാണ്. കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു പ്രവാചകൻ. കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു എന്ന് ചോദിച്ചാൽ, വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടാൽ വാരിയെടുത്ത് ഉമ്മ വെക്കുന്ന പ്രവാചകനെ കുറിച്ചാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത്. ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാൽ പ്രവാചകൻ ഖുർആൻ സൂറത്ത് ഓതുന്നത് ചുരുക്കും, ഖിറാഅത്ത് ചുരുക്കും. കാരണം കുഞ്ഞുങ്ങൾ പ്രയാസപ്പെടുക, മക്കൾ പ്രയാസപ്പെടുക എന്ന് പഠിപ്പിച്ച പ്രവാചകൻ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചെറുതായെങ്കിലും അടിക്കണം എന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്തിനെ കുറിച്ചാണ്? അത് നിസ്കാരത്തെ കുറിച്ചാണ്. 7 വയസ്സായാൽ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അവരെ ചെറുതായിട്ടൊക്കെ അടിച്ചു തുടങ്ങുകയും വേണം. കുട്ടികളോട് അത്രയധികം ഇഷ്ടമുള്ള പ്രവാചകൻ കുട്ടികളോട് കുറച്ചൊരു കർശന സ്വഭാവം കാണിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞ ഒരേ ഒരു മേഖല അത് ഇഖാമത്ത് സ്വലാത്താണ്. അപ്പൊ അതുകൊണ്ട് സുബ്ഹി മുതൽ ഇശാ വരെയുള്ള 5 നേരം അള്ളാഹു സമയബന്ധിതമായും സമയനിർണിതമായും നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഈ നിസ്കാരം നിലനിർത്തപ്പെടുന്ന കുടുംബങ്ങളും വീടുകളുമായി നമ്മൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളും വീടുകളും ഇതിനോടകം മാറിയിട്ടുണ്ടോ? അതിനെന്തെങ്കിലും വീഴ്ചകൾ നമ്മുടെ കുടുംബത്തിൽ വീടുകളിൽ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം. കാരണം അത് ഇമാദുദ്ദീൻ, ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തൂൺ എന്ന് പറയുന്നത് അത് നിസ്കാരമാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പലയിടങ്ങളിലായി നമ്മളെ നിരന്തരം ആവർത്തിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറും. അങ്ങനെ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കണം. എന്ത് വലിയ പരിപാടി വന്നാലും ആ കാര്യത്തിൽ ഒരു ഉപേക്ഷയും വരുത്തുന്നില്ല എന്ന് നമ്മളെല്ലാവരും ഓർക്കുക. അതോടൊപ്പം
നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തിൽ സംഘടിതമായി മുറുകെ പിടിക്കണം. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സാദാ സീതാ ജീവിതം നയിക്കേണ്ട ഒരു കൂട്ടരുടെ പേരല്ല. സമൂഹത്തിൽ ഉത്തരവാദിത്വ നിർവഹണം നമുക്കിവിടെ നിർവഹിക്കാനുണ്ട്. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്തുകൾ, അള്ളാഹുവിന്റെ ഖിലാഫത്ത് ഇവിടെ നിർവഹിക്കപ്പെടണം. അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യണം. ഒരു നല്ല സമൂഹത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെയും ചെയ്യണം. ദുനിയാവിനെ പരിഗണിക്കണം, ആഖിറത്തിനെയും പരിഗണിക്കണം. ആഖിറത്തിന്റെ വിജയം പരമമായ ലക്ഷ്യമായി നമ്മൾ ഉയർത്തിക്കാണണം. അത് ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തരും അവരവര് ചെയ്തോട്ടെ എന്ന നിലപാടല്ല. അതിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതേപോലെ സംഘം ചേർന്നുകൊണ്ട് അത് നിർവഹിക്കണം. അള്ളാഹുവിന്റെ പാശത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. അള്ളാഹുവാണ് ഏറ്റവും നല്ല രക്ഷിതാവ്, അള്ളാഹുവാണ് ഏറ്റവും മികച്ച സഹായി എന്നുകൂടി പറഞ്ഞിട്ടാണ് ആ ദീർഘമായ ആയത്ത് പഠിച്ചതുപോലെ അവസാനിക്കുന്നത്. അപ്പൊ ഈ ആയത്ത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ അള്ളാഹു എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും കുടുംബ സാമൂഹിക പശ്ചാത്തലങ്ങൾക്ക് ഉപരിയായിട്ട് നമ്മൾ നിർവഹിക്കാൻ വേണ്ടി തുനിഞ്ഞാൽ, തയ്യാറായാൽ, അവിടെയാണ് നമ്മൾ ഇഹത്തിൽ വിജയിക്കുന്ന കുടുംബങ്ങളായിട്ട് നമുക്ക് മാറാൻ സാധിക്കുക, പരത്തിലും വിജയിക്കുന്ന കുടുംബങ്ങളായിട്ട് നമുക്ക് മാറാൻ സാധിക്കുക. നേരത്തെ ഇവിടെ ഖുർആൻ ക്ലാസ്സിൽ സൂചിപ്പിച്ച ഒരുപാട് വിഷയങ്ങൾ, സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ, നമ്മൾ ഓരോരുത്തരുടെയും ആൻസൈറ്റികൾ എന്ന് വെച്ചാൽ ആശങ്കകൾ, നമ്മൾ തന്നെയും പരസ്പരം പങ്കുവെക്കാറുള്ള പലതരം ഉത്കണ്ഠകൾ. ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പലതരത്തിലുള്ള വെല്ലുവിളികളും പ്രതിസന്ധികളും ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ ഇതിനൊക്കെ ബേജാറോടുകൂടി നോക്കിക്കണ്ടിട്ടൊരു കാര്യം, ഇതിനൊക്കെ ഉപരിയായിട്ട് ജീവിതത്തെ ഒരു സമഗ്രതയിൽ, ഒരു പൂർണ്ണതയിൽ നോക്കിക്കാണുവാൻ, എന്താണോ അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഏത് വലിയ പ്രതിസന്ധിയായാലും അതിനെ മറികടക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതിന്റെ പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്കിടയിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ജീവിത സൗകര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ആശങ്കപ്പെടുന്നതെങ്കിൽ നമ്മൾ നേരെ ഒന്നും വേണ്ട, പരസ്യയിലേക്ക് നോക്കിയാൽ ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും പെരുന്നാൾ ആഘോഷിക്കുന്നതിനേക്കാൾ സന്തോഷത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്നവരായിട്ട് വീടില്ലാത്ത, ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട, കുടുംബത്തിൽ 10-20 പേർ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ഫലസ്തീനി കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് അവർക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നത് പെരുന്നാളിൽ? എങ്ങനെയാണ് അവർക്ക് പാട്ട് പാടാനും വിളക്കുകൾ കത്തിക്കാനും ഒരുമിച്ചിരുന്നു കൊണ്ട് ആനന്ദം പങ്കിടാനും സാധിക്കുന്നത്? അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു രസതന്ത്രമാണ്. അത് ഇസ്ലാമിന് മാത്രം ലോകത്തിന് മുമ്പാകെ സമർപ്പിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ കയ്യിലും ആ ഇസ്ലാമാണ്, നമ്മുടെ കയ്യിലും ആ അള്ളാഹുവാണ് നമ്മുടെ മുമ്പിലുള്ളത്, അള്ളാഹുവിന്റെ റസൂലാണ് നമ്മളോടൊപ്പമുള്ളത്, അള്ളാഹുവിന്റെ കിതാബാണ് നമ്മുടെ കയ്യിൽ. അപ്പൊ ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടായാലും, എത്ര തന്നെ നമ്മൾ സ്വയം പരാതി പറഞ്ഞാലും അതിലേക്ക് മറികടക്കാനുള്ള ഒരു വലിയ ആശയം, ആ ആശയം നമ്മളോട് ആവശ്യപ്പെടുന്നതിനനുസരിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തയ്യാറാകുമ്പോൾ ഫൗസുൽ അദീം യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വമസാകിന തയ്യിബതൻ ഫീ ജന്നാത്തിൻ അദൻ. അല്ലാഹു നിങ്ങൾക്ക് വലിയ വിജയം, അല്ലാഹു തന്നെ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമത്തിലേക്കും വിശിഷ്ട സ്ഥാനങ്ങളിലേക്കും അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കുമെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ സഹായം നിങ്ങളിലേക്ക് അള്ളാഹു വർഷിച്ചു. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വിജയവും അള്ളാഹു നിങ്ങളിലേക്ക് എറിഞ്ഞു തരും. ഇത് വിടുവായത്തമല്ല, ഇത് ഉറച്ച വാഗ്ദാനമായിട്ട് നമ്മൾ ഖുർആനിൽ വായിക്കുന്ന ആയാത്തുകളാണ്. ആ അർത്ഥത്തിൽ ഉറച്ച ഈമാനോടുകൂടി ജീവിതത്തെ നോക്കിക്കാണുന്നില്ല. എന്റെ ഒരു കുടുംബജീവിതം, നമ്മുടെ ഒരു കുടുംബജീവിതം അള്ളാഹുവിന്റെ തൃപ്തിക്കനുസൃതമായിട്ട് ഞാൻ സംവിധാനിക്കുമെന്ന ഒരു ഉറച്ച ബോധ്യവും തീരുമാനവും നമുക്കെടുക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കാഴ്ചപ്പാടിലുള്ള വിജയികളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറുവാൻ സാധിക്കുക. അതിന് സഹായമാകുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഈ
യൂത്ത് കഫേ എന്ന തലക്കെട്ടിലൂടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പരിപാടികൾ, ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേക പരിപാടികൾ, മുതിർന്നവർക്ക് വേണ്ടിയുള്ള പരിപാടികൾ, അങ്ങനെ പല രീതിയിൽ സംവിധാനിക്കപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണിത്. ഇതിനെ കേവലം ഏതോ ഒരു സംഘടനാ പരിപാടി എന്നതിനപ്പുറത്ത് ഈ പറഞ്ഞ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുവാനും അതിൽ നിന്ന് പരമാവധി പ്രയോജനങ്ങൾ നേടിയെടുക്കുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുക എന്നതിലുപരിയായിട്ടുണ്ട് അത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രയോഗവൽക്കരിക്കുവാൻ പടച്ചതമ്പുരാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.